പ്രഭാതഭേരി. ഇന്ന് ജനുവരി 10, അന്താരാഷ്ട്ര ഹിന്ദി ദിനം. ആഗോളതലത്തിൽ ഹിന്ദി ഭാഷയുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ജനുവരി 10 അന്താരാഷ്ട്ര ഹിന്ദി ദിനമായി ആചരിക്കുന്നു. 1975 നാഗ്പൂരിൽ നടന്ന ആദ്യ ലോക ഹിന്ദി സമ്മേളനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. സാംസ്കാരിക ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാഷയുടെ പ്രാധാന്യം ഈ ദിനം വിളിച്ചോതുന്നു. ഹിന്ദി ഭാഷ സംസാരിക്കുന്നവരുടെ സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്താനും ഈ ദിനം ലക്ഷ്യമിടുന്നു. അന്താരാഷ്ട്ര ഹിന്ദി ദിനത്തിന്റെ ചിന്തകളാണ് ഇന്ന് പ്രഭാതഭേരിയിൽ. കേരള സർവകലാശാല ഹിന്ദി വകുപ്പ് മുൻ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ എസ് തങ്കമണിയമ്മ. ലോകമെമ്പാടുമുള്ള ഹിന്ദി ഭാഷാ സ്നേഹികളെയും സാഹിത്യകാരന്മാരെയും എല്ലാം ഒരു വേദിയിൽ കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ലോക ഹിന്ദി സമ്മേളനം ആരംഭിച്ചത്. വാർധയിലെ രാഷ്ട്രഭാഷാ പ്രചാര സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഒന്നാം ഹിന്ദി ലോക സമ്മേളനം നടന്നത്. അതിനുശേഷം മൊറീഷ്യസ്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ലണ്ടൻ, സുരീനാം, ദക്ഷിണാഫ്രിക്ക, ന്യൂയോർക്ക്, ഭോപ്പാൽ, ഫിജി എന്നിവിടങ്ങളിൽ ലോക ഹിന്ദി സമ്മേളനങ്ങൾ നടന്നു. മൊറീഷ്യസിൽ തന്നെ 3 തവണ ലോക ഹിന്ദി സമ്മേളനം നടന്നു. 2003 തെക്കേ അമേരിക്കയിലെ സുരീനാമിൽ വെച്ച് നടന്ന 7ാമത് ലോക ഹിന്ദി സമ്മേളനത്തിലാണ് ലോക ഹിന്ദി ദിനം ആചരിക്കണം എന്ന പ്രമേയം പാസ്സായത്. അത് 2003 അതിനുശേഷം 2006 മുതൽ ലോക ഹിന്ദി ദിനം ആചരിച്ചു വരുന്നു. 2006 വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ ദിനാചരണം ആദ്യമായി നടന്നത്. വിദേശ രാജ്യങ്ങളിലെ എംബസികളിലും ഹൈക്കമ്മീഷണറേറ്റുകളിലും ഗംഭീരമായി ജനുവരി 10 ലോക ഹിന്ദി ദിനമായി ആചരിച്ചു വരുന്നു. പയ്യന്നൂർ കോളേജ് ഹിന്ദി വിഭാഗം അധ്യാപകനും വിവർത്തകനുമായ ഡോക്ടർ എൻ.എം. ശ്രീകാന്ത്. ലോകത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് ഇംഗ്ലീഷ് ഭാഷയോട് കടപിടിക്കുന്ന രീതിയിൽ ഹിന്ദി ഭാഷ ഇന്ന് വളർന്നിരിക്കുകയാണ്. നമ്മൾ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് മിക്ക ആൾക്കാർക്കും ഹിന്ദി ഭാഷ നന്നായിട്ട് സംസാരിക്കാനും അത് കൈകാര്യം ചെയ്യാനും അറിയാം. ഇവിടെ ജോലിക്ക് വേണ്ടി വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ അവരുടെ ഒപ്പം അവർ കൊണ്ടുവരുന്ന ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഹിന്ദിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ കടകളിലായിക്കോട്ടെ, ബസ്സിലായിക്കോട്ടെ, അത്തരത്തിൽ ഹിന്ദി ഭാഷയുടെ ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് നമുക്ക് കാണാൻ പറ്റും. അത് ആരും ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരുന്നതല്ല. ഡോക്ടർ രാംവിലാസ് ശർമ്മ ഹിന്ദിയുടെ മഹത്തായിട്ടുള്ള ഒരു ക്രിട്ടിക്കാണ്. അദ്ദേഹം പറയുന്നത് ഹിന്ദി ഭാഷയുടെ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് അത് ഹിന്ദി ഭാഷ പണ്ഡിതന്മാരോ അത്തരത്തിലുള്ള ആൾക്കാരൊന്നുമല്ല ഈ ഭാഷയുടെ ഒരു പ്രോഗ്രസിന് കാരണം. അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരിമിട്ടിയ ലോഗ് എന്നാണ്. ഒരു കൂട്ടം ആൾക്കാർ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാരെയാണ് ഈ ഗിരിമിട്ടിയ ലോഗ് എന്ന് പറയുന്നത്. അവരുടെ കൂടെ അവരുടെ കൾച്ചറും അവരുടെ ഭാഷയും ഒക്കെ കൂടെ കൊണ്ടുപോവുകയാണ്. അത്തരത്തിലാണ് ഹിന്ദിയുടെ ഒരു പ്രോഗ്രസിന്റെ അടിസ്ഥാന കാരണം എന്നുള്ള രീതിയിലാണ് രാംവിലാസ് ശർമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഹിന്ദിക്ക് അത്തരത്തിലുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള ഒരു നേച്ചർ അതിന് ആ ഭാഷയിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെതർലൻഡ്സിലെ മുൻ ഇന്ത്യൻ അംബാസിഡർ വേണു രാജാമണി. ഞാൻ ആദ്യമായി സേവനമനുഷ്ഠിച്ച ഏറ്റവും പ്രശസ്ത ബീജിംഗ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നീണ്ടകാലമായിട്ട് ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസും ആ ഹിന്ദി ഡിപ്പാർട്ട്മെന്റിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും സ്ഥിരമായ ഒരു ഹിന്ദി പ്രൊഫസറെ അയച്ച് അവിടെ ടേൺ ബൈ ടേൺ 3 വർഷത്തെ ഒരു പോസ്റ്റിങ്ങിന് ഹിന്ദി പഠിപ്പിക്കാനായി നിയോഗിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നും തുടരുന്നു. മാത്രമല്ല ആ ഹിന്ദി ടീച്ചറിന് ചൈനയിൽ എവിടെയെല്ലാം ഹിന്ദി ആക്ടിവിറ്റീസ് ഉണ്ടോ അതിനെല്ലാം വേണ്ട പിന്തുണ നൽകാൻ ഉള്ള ഒരു ദൗത്യം കൂടി ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഞാൻ നെതർലൻഡ്സിൽ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നപ്പോൾ അവിടെ ഇന്ത്യൻ കൗൺസിൽ ഓൺ കൾച്ചറൽ റിലേഷൻസ്, അപ്പോൾ അവരുടെ ഒരു കൾച്ചറൽ സെന്റർ ഉണ്ടായിരുന്നു. ആ കൾച്ചറൽ സെന്ററിലും ഒരു ഹിന്ദി ടീച്ചറെ പെർമനന്റ് ആയിട്ട് ഡെപ്യൂട്ട് ചെയ്യും. അവര് റെഗുലർ ആയിട്ട് നെതർലൻഡ്സിൽ ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ള ഇന്ത്യൻ വംശജരും അതുപോലെ തന്നെ ആരെങ്കിലും ഡച്ചുകാരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഹിന്ദി വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടി ഉള്ള നടപടികൾ എടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ വേൾഡ് ഹിന്ദി കോൺഫറൻസസ് എല്ലാം പല പ്രാവശ്യം വിദേശകാര്യ മന്ത്രാലയം മുൻകൈയെടുത്ത് നടത്തിയിട്ടുണ്ട്. കരിയർ വിദഗ്ധൻ രതീഷ് കുമാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷകളിലൊന്നായ ഹിന്ദി യുവാക്കൾക്ക് ഇന്ത്യ മുഴുവൻ തൊഴിൽ നേടാൻ സഹായിക്കുമ്പോൾ ബഹുഭാഷാ പ്രാവീണ്യം ആഗോള തൊഴിൽ വിപണിയിലേക്കുള്ള താക്കോലാകുന്നു. BPO, കോൾ സെന്റർ, UN ഏജൻസികൾ, ഏവിയേഷൻ ആൻഡ് ഷിപ്പിംഗ്, ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ രംഗത്തൊക്കെ ഹിന്ദിയോടൊപ്പം ഇംഗ്ലീഷും മറ്റു വിദേശ പ്രാദേശിക ഭാഷകളും ചേർന്നാൽ വലിയ സാധ്യതകളുണ്ട്. OTT പ്ലാറ്റ്ഫോമുകളിൽ ഹിന്ദിയിൽ നിന്ന് മറ്റു ഭാഷകളിലേക്കും ഇതര ഭാഷകളിൽ നിന്ന് ഹിന്ദിയിലേക്കും സബ്ടൈറ്റിലിംഗും ഡബ്ബിംഗും ഡിജിറ്റൽ യുഗത്തിലെ തൊഴിൽ സാധ്യതകളിൽ ഭാഷാ കഴിവുകൾക്ക് പുതിയ വഴികൾ തുറക്കുന്നു. ഒരു ഭാഷ നമുക്ക് ഒരു ജോലി നൽകുമെങ്കിൽ ഒന്നിലധികം ഭാഷകൾ ലോകം തുറന്നു തരും. അപ്പോൾ ഇന്ത്യ മുഴുവൻ സംസാരിക്കുന്ന ഹിന്ദി പഠിച്ചാലോ അവസരങ്ങൾ ഏറും. AI പ്രോംപ്റ്റ് റൈറ്റിംഗ്, ചാറ്റ്ബോട്ട് ട്രെയിനിങ്, ഫാക്ട് ചെക്കിംഗ് തുടങ്ങിയവ സാധ്യതകളാണ്. ഡിജിറ്റൽ കണ്ടന്റ് ആണ് AI യുഗത്തിലെ പ്രധാന തൊഴിൽ മേഖല. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് രംഗത്ത് പ്രാവീണ്യമുള്ള ഭാഷയറിയുന്ന ഡിജിറ്റൽ മാർക്കറ്റർമാർക്ക് വലിയ ഡിമാൻഡാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഹിന്ദിയിലാകുമ്പോൾ അവസരങ്ങൾ ഏറുന്നു. ഭരണരംഗത്ത് ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചിലവ് കുറയ്ക്കാനും ഹിന്ദി ഭാഷാ പഠനം സഹായകരമാകുന്നു. മാതൃഭാഷ ഹൃദയത്തിന്റെ ഭാഷയാണെങ്കിൽ ഹിന്ദി രാജ്യത്തിന്റെ ബന്ധഭാഷയാണ്. കേരള ഹിന്ദി പ്രചാര സഭയിലെ ആചാര്യ വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മി. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്, ഒരുപാട് ബ്ലോഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ കൂടുതലും നമ്മൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷ എന്ന് പറയുന്നത് ഹിന്ദി തന്നെയാണ്. ഇന്ന് കേരളത്തില് ഹിന്ദി പഠിക്കാനായി ഒരുപാട് സാധ്യതകൾ നമുക്കിടയിലുണ്ട്. ദിനം പ്രതി അതിന്റെ അവസരങ്ങളും വർദ്ധിച്ചു വരികയാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ച സ്റ്റാഫ് സെലക്ഷൻ പോലെയുള്ള എക്സാമിനേഷനിൽ ഹിന്ദി ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തസ്തിക തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സാധാരണക്കാർക്കിടയിൽ പോലും ഹിന്ദി ഭാഷ ഭയങ്കര വ്യാപകമാണ്. അതിന്റെ കാരണം അതിഥി തൊഴിലാളികളാണ്. അപ്പൊ അവര് നമ്മുടെ ഒരു ജോലി സ്ഥലത്ത് വരുമ്പോൾ പോലും അവരെടുത്ത് നമ്മൾ കൂടുതലും മലയാളത്തിൽ സംസാരിക്കാതെ കഴിവതും നമ്മൾ ഹിന്ദി തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സംസ്ഥാനത്ത് നിന്ന് വരുന്നു അല്ലെങ്കിൽ അവരുടെ നേറ്റീവ് ലാംഗ്വേജ് ഏതാണെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കോമൺ ആയിട്ട് നമ്മൾ ഹിന്ദി ലാംഗ്വേജ് തന്നെ സംസാരിക്കും. ഹിന്ദി മലയാളത്തിൽ പഠിപ്പിക്കാനുള്ള ഒരു പ്രവണത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉച്ചാരണം ലഭിക്കുന്നില്ല. ഹിന്ദി ലാംഗ്വേജ് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിക്കുന്നുണ്ട്, പക്ഷെ അവർ പഠിക്കാത്ത ഒരു അവസ്ഥയാണ്. ഹിന്ദി ടീച്ചേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സിലബസ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഹിന്ദി സാഹിത്യത്തിൽ കവിതകൾ എഴുതുന്ന ദേവിപ്രിയ. സാഹിത്യ പരിചയത്തിന്റെ വ്യാപനം മലയാളത്തിലെ മികച്ച കൃതികൾ ഹിന്ദിയിലേക്കും ഹിന്ദിയിലെ മഹത്തായ രചനകൾ മലയാളത്തിലേക്കും വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ രണ്ട് ഭാഷാ സമൂഹങ്ങൾക്ക് പരസ്പരം സാഹിത്യത്തെ അടുത്തറിയാൻ കഴിയും. വിവർത്തന പുസ്തകങ്ങൾ കഥകളിലൂടെ, കവിതകളിലൂടെ, നോവലുകളിലൂടെ ഓരോ പ്രദേശത്തിന്റെയും ആചാരങ്ങൾ, ജീവിത രീതികൾ, വിശ്വാസങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ മറ്റൊരു ഭാഷാ സമൂഹത്തിലേക്ക് എത്തിക്കുന്നു. ഇത് പരസ്പര ബഹുമാനവും സൗഹൃദവും വളർത്തുകയും ചെയ്യുന്നു. ഹിന്ദിയിലെ വളരെ പ്രശസ്തമായ രചനകളൊക്കെ മലയാളത്തിലേക്കും മലയാളത്തിലെ പ്രശസ്തമായ ഒട്ടനവധി രചനകൾ ഹിന്ദിയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പ്രധാന കൃതികളിൽ മുൻഷി പ്രേംചന്ദിന്റെ ഗോദാൻ, നിർമ്മല, കഫൻ, മഹാദേവി വർമ്മയുടെ തിരഞ്ഞെടുത്ത കവിതകളും ഫണീശ്വർനാഥ് രേണുവിന്റെ മൈല ആഞ്ചലും, ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ ലേഖനങ്ങളും കൂടാതെ തന്നെ ഹരിവംശ് റായ് ബച്ചന്റെ മധുശാല തുടങ്ങിയ ഒട്ടനവധി രചനകൾ ഹിന്ദിയിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, മലയാളത്തിലെ വളരെ പ്രശസ്തമായ കൃതികൾ ഹിന്ദി സാഹിത്യത്തിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, നീലവെളിച്ചം, തകഴി ശിവശങ്കരപിള്ളയുടെ ചെമ്മീൻ, കയർ, MD വാസുദേവൻ നായരുടെ നാലുകെട്ട്, OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം, കമലാദാസിന്റെ കവിതകളും ആത്മകഥാഭാഗങ്ങളും ഒക്കെയും മലയാളത്തിൽ നിന്ന് ഹിന്ദി സാഹിത്യത്തിലോട്ടും വിവർത്തനം ചെയ്യിച്ചിട്ടുണ്ട്. കേരള സർവകലാശാല ഹിന്ദി വിഭാഗത്തിൽ ഗവേഷണ വിദ്യാർത്ഥിനിയായ അഞ്ജന M. ലോകത്തിന്റെ പല ഭാഗങ്ങളിലെയും ജനകീയ സംസ്കാരത്തെ സ്വാധീനിച്ച ഒരു ശക്തമായ മാധ്യമമാണ് ഹിന്ദി സിനിമ. ഹിന്ദി സിനിമ അഥവാ ബോളിവുഡ് ഒരു വിനോദ മാധ്യമം മാത്രമല്ല, നമ്മുടെ ഭാഷ, കുടുംബ ബന്ധങ്ങൾ, സാമൂഹിക മൂല്യങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്ന ഒരു സാംസ്കാരിക ശക്തിയും കൂടിയാണ്. ജനകീയ സംസ്കാരത്തിൽ ഹിന്ദി സിനിമയുടെ സ്വാധീനം വളരെ ആഴത്തിലുള്ളതാണ്. സിനിമകളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, കഥാപാത്രങ്ങൾ എന്നിവ പൊതുജനങ്ങളുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാകുന്നു. ഡയലോഗുകൾ തന്നെ സാമൂഹിക ആശയവിനിമയത്തിന്റെ ഭാഷയായി മാറുന്ന ഒരു പ്രതിഭാസം നാം നിരന്തരം കാണുന്നുണ്ട്. ദളിത് പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, കുടിയേറ്റ ജീവിതം, ലിംഗസമത്വം തുടങ്ങിയ വിഷയങ്ങൾ സിനിമയിലൂടെ, കഥകളിലൂടെ സാധാരണ ജനങ്ങളിലേക്കെത്തുന്നു. ദംഗൽ, താരെ ജമീൻ പർ,
ആർട്ടിക്കിൾ 15 പോലുള്ള സിനിമകൾ സാമൂഹിക ബോധം സൃഷ്ടിക്കുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. ഇന്ന് ഹിന്ദി സിനിമയുടെ സ്വാധീനം ദേശീയ തലത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് ആഗോളതലത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് OTT പ്ലാറ്റ്ഫോമുകൾ വഴി ബോളിവുഡ് സിനിമകൾ ലോകമെമ്പാടും പ്രേക്ഷകരെ കണ്ടെത്തുന്നു. ഹിന്ദി സിനിമയിലെ സംഗീതം പ്രത്യേകിച്ച് ആഗോള ശ്രദ്ധ നേടുന്നു. ഇന്ത്യയെക്കുറിച്ചുള്ള ലോകത്തിന്റെ ധാരണ, ഇന്ത്യൻ സംസ്കാരത്തോടുള്ള കൗതുകം, ടൂറിസം വരെ ഹിന്ദി സിനിമ വഴി പ്രോത്സാഹനം നേടുന്നു. ഒരു ഭാഷ എന്നതിനേക്കാൾ ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകം കൂടിയാണ് ഹിന്ദി. ദേശീയ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലായി ഹിന്ദി ഭാഷ വർത്തിച്ചതിന്റെ പ്രാധാന്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞതാണ്. ഹിന്ദി ഭാഷ അത്രത്തോളം ആഴത്തിൽ ഭാരതീയ ചിന്തകളിൽ പതിഞ്ഞുകിടക്കുന്നു. ഹിന്ദി ഭാഷ ദേശീയതയുടെ മുഖമുദ്ര തന്നെയാകുന്നു എന്നർത്ഥം. പ്രഭാതഭേരി.